ദാരിദ്ര്യത്തിൽ കിടക്കുന്ന നിന്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അറിയാം. നിനക്ക് കാണിക്ക ഇടാനില്ലാത്ത 1 രൂപയെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അറിയാം. തകർന്ന കൂരക്കകത്ത് ഉടഞ്ഞു നുറുങ്ങിയ നിന്റെ ഹൃദയത്തെ ദൈവത്തിന് അറിയാം. നീ തകർന്നത് മതി, നീ ഉടഞ്ഞത് മതി. ഇവിടുത്തെ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയാം. അവൻ കേവലം ഒരു മന്ത്രിയല്ല. വേദപുസ്തകം പറയുന്നു അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം അവൻ സാധാ ഒരു മന്ത്രിയല്ല, അവൻ അത്ഭുതങ്ങളുടെ രാജാവാണ്. നിന്റെ കരം പിടിച്ചു വന്ന പലരും പകുതി വഴിയിൽ നിന്നെ തനിച്ച് തളർത്തിയിട്ടിട്ട് നിന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് അതേ മുള്ളുകൾ കുത്തിയിറക്കി നിന്റെ ഹൃദയത്തെ വാക്കുകൾ കൊണ്ട് തകർത്ത്, അവരുടെ സ്വഭാവം കൊണ്ട് നിന്നെ തകർത്ത്, അവരുടെ നോട്ടം കൊണ്ട് നിന്നെ തകർത്ത് നിന്നെ ഒതുക്കിയെങ്കിൽ ഞാൻ ഈ രാത്രിയിൽ വിളിച്ചു പറയുന്നു, ഇവിടുത്തെ മനുഷ്യൻ നിന്റെ ത്വക്കിന് കറുത്ത നിറമെങ്കിൽ അവൻ നിന്നെ മാറ്റി നിർത്തും. ഇവിടുത്തെ മനുഷ്യൻ നിന്റെ പോക്കറ്റിലെ പൈസ നോക്കിയിട്ട് നിന്നെ മാറ്റി നിർത്ത്. നീ കൂരച്ചകത്താണ് കിടക്കുന്നെങ്കിൽ നിന്നെ ഒരു കല്യാണത്തിന് പോലും വിളിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ തകർന്ന കൂര നോക്കാതെ, നിന്റെ പോക്കറ്റിന്റെ വലിപ്പം നോക്കാതെ, നിന്റെ പേരിന്റെ മുൻപിലെ ഡിഗ്രി നോക്കാതെ നീ ഉടഞ്ഞവനാണെങ്കിൽ നിനക്ക് വേണ്ടി എൻ്റെ യേശു വരും. രോഗികൾ സൗഖ്യമാകട്ടെ, ശാപങ്ങൾ ഉടഞ്ഞു മാറട്ടെ, ആത്മഹത്യ സ്പിരിറ്റുകൾ മാറട്ടെ, ആക്സിഡന്റുകൾ മാറട്ടെ, രോഗത്തിന്റെ ശക്തികൾ അഴിയട്ടെ. ഭാവിയെ ബന്ധിച്ച സകല പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഉടഞ്ഞു മാറട്ടെ. അനുഗ്രഹീതമായ ഈ കൺവെൻഷൻ യുഗത്തിൻ്റെ 1ാമത്തെ ദിവസം അഗാപ്പെ ഷാലോ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന പാസ്റ്റർ രാജ്മോഹൻ അദ്ദേഹം ദൈവനിയോഗത്താൽ ഒരുക്കപ്പെട്ട ഒരു യോഗമാണിത്. അദ്ദേഹം പറഞ്ഞതുപോലെ പല പ്രാവശ്യം ഇതിവിടെ നിന്ന് മാറ്റണമെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയാൽ കൊള്ളാമെന്നൊക്കെ ചിന്തിച്ചതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിൽ തന്നെ ഇവിടെ തന്നെ ഈ യോഗം നടത്തുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ വലിയ ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആളിൻ്റെ വലിയ പെരുപ്പമില്ലെങ്കിലും ആത്മാവിൻ്റെ ഒരുക്കമുള്ളിടത്ത് അത്രേ ദൈവം വരുന്നത്. ഒരു കൂട്ടം ജനം കടന്നു വന്നിട്ട് അതിനകത്ത് ദൈവം വന്നില്ലെങ്കിൽ അത് വെറുമൊരു യോഗമായി മാറപ്പെടുമ്പോൾ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇത് വെറുമൊരു യോഗമല്ല, ഇത് അത്ഭുതങ്ങളുടെ ആരംഭമാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ചാങ്ങയുടെ പട്ടണം ഇന്ന് വരെ കാണാത്ത ദൈവത്തിൻ്റെ വലിയ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിപ്പാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരമടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത്ഭുതങ്ങളുടെ മന്ത്രി, അതിശയങ്ങളുടെ രാജാവ്, ഞാനും നിങ്ങളും വിളിക്കുന്ന യേശു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. യേശു വന്ന ഇടം അത്ഭുതമാണ്, യേശു നടന്ന സ്ഥലം അത്ഭുതമാണ്, യേശു തൊട്ടതവൻ അത്ഭുതമായി മാറി, യേശുവിനെ തൊട്ടവൻ അത്ഭുതമായി മാറി. ഇന്ന് രാത്രിയിൽ ചാങ്ങയുടെ ഭൂതങ്ങൾ വിറയ്ക്കാൻ പോകുന്ന ഒരു രാത്രിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചില നിമിഷങ്ങൾ വായ്കളെ തുറന്ന് അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ കൺവെൻഷൻ പലയിടങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു എങ്കിൽ പക്ഷേ ഇതിനകത്തൊരു ദൈവത്തിൻ്റെ ഹിതമുണ്ട്, ഇവിടെ തന്നെ നടത്തണം. എന്തോ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഇന്നലെ വരെ കോരിച്ചൊരിഞ്ഞ മഴ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശാന്തമായ നല്ലൊരു അന്തരീക്ഷം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതെ, ഈ രാത്രി വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. എനിക്കറിയാം ഇതൊരു പൊതുസ്ഥലമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന നാനാ മത വിഭാഗത്തിൽപ്പെട്ടവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. കടയിലും കടത്തിണ്ണയിലും വീട്ടിനകത്ത് ഇരുന്നൊക്കെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം അറിയാം, അതേ ചർച്ചിനകത്ത് സഭയിൽ പ്രസംഗിക്കുന്നത് പോലെയല്ല ഒരു വേദിയിൽ പരസ്യമായി പ്രസംഗിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവം വലുത് ചെയ്യണം. ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതെ, ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ രാജ്മോഹൻ, അതുപോലെ അതേ വളരെ കാലം ശേഷമാണ് ദൈവദാസനെ കാണുന്ന പാസ്റ്റർ രാജേഷ് വക്കം, അദ്ദേഹത്തെ കണ്ടതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ പട്ടണത്തിൽ ഒരേ ഒരു നാമത്തെയാണ് ഉയർത്തപ്പെടുന്നത്. പല നാമങ്ങളില്ല, ഉയർത്താൻ കൊള്ളാകുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ രാത്രിയിൽ ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങൾ വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ദൈവത്തിൽ ചെറുതല്ല, ദൈവത്താൽ വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ഈ രാത്രിയിൽ ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന ഈ ശബ്ദ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കപ്പെടുന്ന സകല വ്യക്തികളുടെയും ശബ്ദത്തെ കുറച്ചുനേരം അല്പനേരങ്ങൾ ഞങ്ങൾ ഈ ശബ്ദവാഹിനിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കപ്പെടുകയാണ്. എന്തെന്നാൽ ഇന്ന് രാത്രിയിൽ ഇതൊരു മതം മാറ്റുന്ന സന്ദേശമായിട്ടല്ല നിങ്ങളിത് കേൾക്കേണ്ടത്.
ആരുടെയൊക്കെയോ അത് ജീവിതത്തെ കള്ളം പറഞ്ഞു പറ്റിച്ച് യേശുവിൻ്റെ പിന്നാലെ വരികയെന്ന് പറയുന്ന അത് ഏതോ മതത്തിൻ്റെ വക്താക്കളോ സംഘടനയുടെ ആളായിട്ട് നിന്നുകൊണ്ടല്ല ഈ രാത്രിയിൽ ഞങ്ങൾ ഈ മാറ്റമില്ലാത്ത സത്യത്തെ വിളിച്ചു പറയുന്നത്. ഞങ്ങൾ ഇന്നലകളിൽ അനുഭവിച്ചതും ഞങ്ങൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റിയതുമായ ഒരു വലിയ സന്ദേശത്തിൻ്റെ സത്യമാണ് ഈ രാത്രിയിൽ ചാങ്ങയുടെ മണ്ണിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നവരെ, ചില നിമിഷങ്ങൾ ഈ ശബ്ദത്തിന് നിങ്ങൾ കാതോർത്താൽ ഈ സമയം നിങ്ങൾക്ക് നഷ്ടമായി പോകുകയില്ല. ചിലപ്പോൾ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ മറുപടി, അതെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് രാത്രിയിലായിരിക്കാം ദൈവം കൈമാറുന്നത്. തകർന്ന നിന്റെ കൂരക്കകത്ത് കരയുന്ന നിന്റെ കണ്ണുനീരിനെ ഒപ്പാൻ ഇന്ന് രാത്രിയിലായിരിക്കാം ദൈവം കടന്നു വരുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഏറിയ നാൾ കൊണ്ട് കരയുന്ന നിങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കാൻ നല്ലൊരു നസ്രത്തിലെ ആശാരി ഇവിടെ വന്നിട്ടുണ്ട്. ഈ പട്ടണം ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കത്തില്ല. കാരണം യേശുവിനെ പറയുന്ന ഇട അവിടെ രാജാവ് വന്നിരിക്കുക. കാര്യം ഞങ്ങൾ അറിഞ്ഞ സത്യമാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. എല്ലാ കണ്ണുകളും ചില നിമിഷങ്ങൾ അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ പട്ടണത്തോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണം. തകർക്കപ്പെട്ട കുടുംബങ്ങളെ ദൈവം പണിയണം. ഇവിടുത്തെ യൗവനക്കാരെ ദൈവത്തിൻ്റെ സാന്നിധ്യം പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഒരു തീയായി ഈ രാത്രിയിൽ മാറ്റണം. മെഡിക്കൽ സയൻസിന് കഴിയാത്തത്, വൈദ്യന്മാർക്ക് കഴിയാത്ത, സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് സൗഖ്യം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ വിളിച്ച ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, അവൻ മരിച്ച് കല്ലറക്കകത്ത് ഇരിക്കുന്നവനല്ല. ഇന്ന് രാത്രിയിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഈ രാത്രിയിലും ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും വിളിക്കുന്നതെങ്കിൽ ചില നിമിഷങ്ങൾ വായ്കളെ തുറന്നു പറയുക. ഈ അന്തരീക്ഷം മാറട്ടെ. ഈ രാത്രിയിൽ ദൈവശക്തി ശക്തമായി ചില ഭവനങ്ങൾക്കകത്ത് വ്യാപരിക്കണം. അതെ, ഇന്ന് രാത്രി ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകണം, ശാപങ്ങൾ അഴിയണം. അവസാനത്തെ കുട്ടി പിശാച് ഈ രാത്രി ഈ മണ്ണ് വിട്ടു മാറേണ്ടതിന് അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. പരിശുദ്ധനായ നല്ല കർത്താവേ, അങ്ങെപ്പോലൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കിയതുപോലെ ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിൽ വലിയ സ്വാതന്ത്ര്യം നടക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിശാചിൻ്റെ പദ്ധതികളെ തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവ സാന്നിധ്യം അതിശക്തമായി സകല ഹൃദയങ്ങൾക്കകത്ത്, സകല കുടുംബങ്ങൾക്കകത്തും ഇന്ന് രാത്രിയിൽ ചലിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി. അബ്രഹാമിനെ പോലെ കാണാത്ത കാര്യങ്ങളെ ആത്മാവിൽ ഞങ്ങൾ കാണുന്നു. ഇവിടുത്തെ തലമുറകൾ തീയായി മാറുന്നത് ഞങ്ങൾ കാണുന്നു. ഇവിടുത്തെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. ഇവിടുത്തെ ശാപത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ പൊട്ടിമാറുന്നത് ആത്മാവിൽ ഞങ്ങൾ കാണുകയാണ്. ഈ ആശീർവാദം പറയുന്നതിന് മുൻപ് അവൻ അത്ഭുതത്തിന്റെ കര ഈ പട്ടണത്തിന് വേണ്ടി ദൈവം ചലിപ്പിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാവരും ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഇന്നും മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, യേശു ആരാണ്?
യേശുവാരാണ്? അവനൊരു മതത്തിൻ്റെ സ്ഥാപകനാണോ? അവനൊരു മതത്തെ, ഒരു സംഘടന സൃഷ്ടിക്കാൻ വന്നവനാണോ? യേശുവാരാണ്? ഇന്ന് രാത്രി ഞാൻ വളരെ സാവധാനം നിങ്ങളോട് എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷയിൽ യേശുവാർ എന്ന് പറയുവാൻ പോകുകയാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവൻ, കരുണ നിറഞ്ഞവൻ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപക്കടം കഴുകിയെടുത്ത ഒരു 33 വയസ്സുകാരനാണ് ഇന്നത്തെ രാത്രിയിലെ പ്രസംഗ വിഷയം. ഞാൻ പറയുന്നു, ഏതോ ഒരു യൗവനക്കാരനല്ല. ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ ചാങ്ങ പട്ടണത്തിൽ ദുരിതം അനുഭവിക്കുന്ന സകല കുടുംബത്തിന് വേണ്ടിയും ഇറങ്ങി വന്ന ഒരു നസ്രത്തിലെ ആശാരിയുണ്ട്. ഓ റീമ ശാന്തൽ പ്രഭാനിയ. ഈ രാത്രി ഞാൻ വീണ്ടും പറയുന്നു, ഈ രാത്രിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഭയങ്കര വലുതായിരിക്കുക. ആമേൻ. നിങ്ങൾക്ക് മറുപടി കിട്ടാത്ത വിഷയമായിരിക്കുക. ഇനി ആരെന്നെ സഹായിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കുക. വൈദ്യശാസ്ത്രം നിങ്ങളെ കൈവിട്ടിരിക്കുക. എല്ലാവരും നിങ്ങളെ തള്ളിയിരിക്കുക. ലോകത്തിന് നിന്നെ വേണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന് നിന്നെ വേണം. ലോകത്തിന് നിന്നെ, അപ്പനും അമ്മയ്ക്കും നിന്നെ വേണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ പറയുന്നു, യേശുവിന് നിന്നെ വേണം. ആർക്കും നിന്നെ വേണ്ടെങ്കിൽ, നീ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ട് മടങ്ങി വരാൻ കഴിയാത്തത് പോലെ ശാപത്തിന്റെ താഴ്ചയിൽ നീ വീണുപോയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തെ മാറ്റുന്ന ഒരു സന്ദേശമാണ് യേശു എന്ന സത്യം. നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവിന് കാരണമാകുന്ന ഒരു ശക്തമായ പ്രബോധനമാണ് യേശു എന്ന സത്യം. ആമേൻ. ചങ്ക് പുലർന്ന് പങ്കാളിയാക്കിയ ഒരു പ്രണയമായിരുന്നു യേശുവിൻ്റെ സ്നേഹ. ചങ്ക് പുലർന്ന് പങ്കാളിയാക്കിയ ഒരു സ്നേഹ. ഇതുപോലെ സ്നേഹിക്കാൻ ഈ മണ്ണിൽ ആർക്കാ കഴിയുന്നത്? ഭാര്യയ്ക്ക് കഴിയോ? ഭർത്താവിന് കഴിയോ? ആരൊക്കെ പറയുന്നു, പാസ്റ്റർ ഇന്നലകളിൽ എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ പലരും ഇന്ന് ഇല്ല. ഇന്നലെ കൂടെ എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ പലരും ഇന്ന് ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഹൃദയത്തെ തൊട്ട് ആത്മാവിൽ കൈമാറുകയാണ്. നിനക്ക് ആരുമില്ലേ? നിനക്ക് ദൈവമുണ്ട്. നിനക്ക് ആരുമില്ലേ? നിനക്ക് ദൈവമുണ്ട്. എല്ലാവരും നിന്നെ തള്ളിയോ? നിന്നെ തള്ളാത്തൊരു സ്നേഹമുണ്ട്. എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയോ? നിന്നെ മറക്കാത്തൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ ആഴം ഭയങ്കരമാണ്. കടലിലെ ആഴത്തേക്കാൾ അതിന് ആഴമുണ്ട്. കടലിലെ മണൽത്തരി എണ്ണമറ്റ മണൽത്തരികളെക്കാൾ ആമേൻ വലുതും വിശാലവുമാണ് ദൈവസ്നേഹം. എന്തിനേറെ പറയണം, നിങ്ങളുടെ തലയിൽ കാണുന്ന തലമുടി നാര് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ അഗോചരവും അത്ഭുതവുമാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹം അനുഭവിച്ചവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ. ആ സ്നേഹമാണ് ഇന്ന് രാത്രി ഇതിനകം നടുവിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം തീരുന്നതിന് മുൻപ് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. ഞാനൊരു വചനം വായിക്കുന്നു, വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ കേൾക്കുക, വളരെ പ്രാർത്ഥനയോടുകൂടി കേൾക്കുക. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം, അത് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം, അത് 18-19 വാക്യങ്ങൾ. വൃത്തവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ വീണ്ടെടുപ്പിന് പിതാവ് കൊടുത്ത വില ചെറുതായിരുന്നില്ല. വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന, ചീത്തയായി പോകുന്ന, കാലകരണം സംഭവിക്കപ്പെടുന്ന ഏതൊക്കെയോ മെറ്റീരിയൽ കൊണ്ടല്ല യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. വേദപുസ്തകം പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അവൻ നമ്മെ സ്വന്തം ജനമാക്കി മാറ്റിയിരിക്കുന്നു. അവൻ തൻ്റെ പുത്രനും പുത്രിയുമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങളാരും അനാഥരല്ല, നിങ്ങളാരും ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊന്നും ഇല്ലാത്തവരല്ല. ഒരുപക്ഷെ റേഷൻ കാർഡിൽ പേര് കാണത്തില്ല, നിനക്ക് ചിലപ്പോൾ ആധാർ കാണത്തില്ല, നിനക്ക് ബാങ്ക് അക്കൗണ്ട് കാണത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു, സ്വർഗത്തിൽ നിന്റെ പൗരത്വമുണ്ട്. സ്വർഗത്തിൽ നീ അവകാശിയാണ്. നീ ഒന്നുമില്ലാത്തവനല്ല. നിനക്കൊരു നാഥനുണ്ട്, നിനക്കൊരു സഹായകനുണ്ട്, നിനക്കൊരു രക്ഷകനുണ്ട്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ. വെള്ളി, പൊന്നി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. വേദപുസ്തകം പറയുന്നു, ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അത്രേ നമ്മെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു കാലഘട്ടം മുഴുവന് നമ്മെ വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ സൃഷ്ടിയിൽ ദൈവം അവനെ അധികാരിയാക്കി എല്ലാ നന്മകളോടും കൂടെ സൃഷ്ടിച്ചു. എന്നാൽ എപ്പോഴാണ്
എപ്പോഴാണോ പാപം കടന്നു വന്നത് അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ തകർച്ച കടന്നു വരികയാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എപ്പോഴാണോ ഒരു മനുഷ്യൻ തകരുന്നത് അതിന്റെ അർത്ഥം അവനിൽ എവിടെയോ പാപം കയറിയിരിക്കുന്നു. അവൻ ഒരു കുടുംബത്തിന്റെ വീഴ്ച, ഒരു വ്യക്തിയുടെ വീഴ്ച, പാപം ഒരു മനുഷ്യനെ വൈകൃതമാക്കി മാറ്റിക്കളയുക. വേദപുസ്തകം പറയുന്നു, ആദിയിൽ മനുഷ്യനെ പാപമില്ലാത്തവനായി ദൈവസ്വരൂപത്തിൽ, ദൈവ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ ശ്വാസത്തിൽ അവനെ സൃഷ്ടിക്കപ്പെടുകയാണ്. അവൻ അതേ വളരെ അധികാരിയായിരുന്നു. അവനെ ദൈവം അത് തേജസ്സിന്റെ വസ്ത്രം കൊടുത്തിരുന്നു. എല്ലാ നന്മകളും കൊടുത്ത് അവനെ അധികാരിയാക്കി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, എപ്പോഴാണോ മനുഷ്യരിൽ കൽപ്പനയുടെ ലംഘനം വന്നത്, എപ്പോഴാണോ പാപം മനുഷ്യരിൽ വാഴുവാൻ തുടങ്ങിയത്, അന്നു മുതൽ ദൈവവും മനുഷ്യൻ തമ്മിൽ അകലാൻ തുടങ്ങി. ഞാൻ പറയുന്നു, നിന്നെ അകറ്റുന്നത് പാപമെങ്കിൽ, നിന്നെ ദൈവവുമായി അകറ്റുന്നത് പാപമെങ്കിൽ, അതിനെ വലിച്ചു കുപ്പയിലേക്ക് എറിയാതെ നിന്റെ ജീവിതം രക്ഷപ്പെടുകയില്ല. ഈ രാത്രി ഞാൻ വീണ്ടും പറയുന്നു, നീ നേർച്ചകൾ കടത്തി, കാഴ്ചകൾ നടത്തി, അർപ്പണ തർപ്പണാദികൾ നടത്തി എന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയുമെന്ന് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഈ രാത്രി പല ഉത്തരങ്ങളില്ല. ഒരേ ഒരു ഉത്തരം ഞാൻ വിളിച്ചു പറയുന്നു, യേശുവാണ് നിന്റെ രക്ഷകൻ, യേശുവാണ് നിന്റെ വിമോചകൻ. നിന്റെ സകല ചോദ്യത്തിന്, നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ യേശു മാത്രമാണ്. നിന്നെ വിടുവിക്കുന്ന ഒരു വലിയ കരമുണ്ടെങ്കിൽ അത് യേശുവിന്റെ കരമായിരിക്കും. ആമേൻ. മനുഷ്യന്റെ സകല തകർച്ചയ്ക്കും കാരണമായി മാറിയത് മനുഷ്യന്റെ പാപമായിരുന്നു. ആമേൻ. മനുഷ്യന്റെ സകല വീഴ്ചകൾക്കും കാരണമായി മാറിയത് മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു കയറിയ പാപമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ, നീ ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ നടക്കാൻ തുടങ്ങുക. പാപത്തോട് ബൈ ബൈ പറയാൻ കഴിയുമോ, അപ്പോഴത്തെ നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്നത്. പാപം ഒരുവന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ വേദപുസ്തകം പറയുന്നു, അത് സർപ്പ വിഷം പോലെയാണ്. ആ പാപം നിന്റെ അത് യൗവന ജീവിതത്തെ തകർക്ക്. ആ പാപം നിന്റെ നല്ല സ്വപ്നങ്ങളെ തകർക്ക്. ആ പാപം നിന്റെ ജീവിതത്തെ തച്ചുടച്ച് നാൽക്കവലയിൽ നിന്നെ ഒന്നുമില്ലാത്തവനാക്കി നിർത്ത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പാപവും ദൈവവും തമ്മിൽ കോംപ്രമൈസ് ഇല്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പാപത്തെ വിട്ടു വരിക. കാര്യം നിന്റെ വിളി, നിന്റെ വാഗ്ദത്തം, നിന്റെ മേൽ കിടക്കുന്ന ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ അത് തകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. വേദപുസ്തകം പറയുന്നു, പാപം മനുഷ്യനെ വികൃതമാക്കി മാറ്റി. ആദിയിൽ എല്ലാം നല്ലതായി തന്നെ ദൈവം ചെയ്തിരുന്നു. ദൈവം അവനെ അധികാരിയാക്കി മാറ്റി. ദൈവം അവനെ അത് തേജസ്സിന്റെ വസ്ത്രമുടിപ്പിച്ചു. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ കൽപ്പനയുടെ ലംഘനം വന്നതോടുകൂടെ മനുഷ്യൻ വികൃതമായി മാറി. അവൻ്റെ ജീവിതം വികൃതമായി മാറി. നിങ്ങൾക്കറിയാമോ, പാപത്തിന്റെ മോക്ഷത്തിന് വേണ്ടി മനുഷ്യൻ നടത്താത്ത അർപ്പണ തർപ്പണാദികളില്ലായിരുന്നു. പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മനുഷ്യൻ പോകാത്ത ഇടങ്ങളില്ലായിരുന്നു. അവൻ കുന്നുകൾ കയറി, അവൻ കടലുകൾ കടന്നു, അവൻ ഉരുണ്ടു, അവൻ ഓടി, അവൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവൻ ചെയ്തു നോക്കി. കാര്യം ഈ പാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടണം. വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ നടത്തിയ യാഗങ്ങൾ, മനുഷ്യൻ നടത്തിയ ഹോമങ്ങൾ, ഇതെല്ലാം അതേ മനുഷ്യന്റെ ശാശ്വതമായ പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവൻ അറുത്ത ആടിന്റെ രക്തം, അവൻ അറുത്ത പ്രാവിന്റെ രക്തം ഒരു വർഷം മാത്രം വാലിഡിറ്റി ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും പാപം അവനിലേക്ക് ഇരച്ചു കയറി. അവൻ വീണ്ടും പാപിയെന്ന് എണ്ണപ്പെട്ടു. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഒരിക്കലൊരു 33.5 വയസ്സുകാരൻ അവന്റെ രക്തം ചൊരിഞ്ഞതോട് കൂടെ മനുഷ്യന്റെ സകല പാപത്തിന്റെ കറയ കർത്താവ് എന്നേക്കുമായി കഴുകി മാറ്റി. അവന്റെ പുത്രനും പുത്രിയുമെന്ന് വിളിക്കപ്പെടാൻ തക്കവണ്ണം ആ രക്തം കാരണമായി മാറി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ രക്തത്തിൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. ഈ രക്തത്തിൽ ആശ്രയിക്കുന്നവന് വിമോചനമുണ്ട്. ഈ രക്തത്തിൽ ആശ്രയിക്കുന്നവന് രക്ഷയുണ്ട്. ഈ രക്തത്തിൽ ആശ്രയിക്കുന്നവന് നിത്യ ജീവനുണ്ട്. ഹല്ലേലൂയ. സ്വന്തം പ്രയത്നങ്ങളിൽ പരാജയപ്പെട്ട ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? രക്ഷപ്പെടാൻ നീ ആവുന്നത്ര ശ്രമിച്ചിട്ട് ഒരു കഴുത ചുമക്കുന്നത് പോലെ ജീവിതഭാരം എടുത്തുകൊണ്ട് നീ ഓടി എവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് നീ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇന്ന് നീ തകർന്ന് ഏതൊക്കെ ഇരുട്ടുമുറിയിൽ തനിച്ച് തളർന്നിരിക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് രാത്രി ഒരു 33.5 വയസ്സുകാരൻ്റെ ദൈവപുത്രന്റെ രക്തം നിന്റെ വിടുതലിന് കാരണമായി മാറുകയാണ്.
നീ മറ്റൊന്നും കൊടുക്കണ്ട, നീ അത് കാണിക്കയിടണ്ട, നീ ഒരു നേർച്ച നടത്തണ്ട, നീ ഒരു നിന്റെ ശരീരം ദണ്ഡിപ്പിച്ച് നീ രക്താർപ്പണം നടത്തണ്ട, നിന്റെ പോക്കറ്റ് തുറന്നൊരു പണാർപ്പണം നടത്തണ്ട, ഓ നിന്റെ നാവ് തുറന്ന് നീ സഹസ്ര കോടി അത് സ്തോത്രാർപ്പണം നടത്തണ്ട. നീ ഇരിക്കുന്ന ഇഴത്ത് ഇരുന്നു കൊണ്ട് ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് എൻ്റെ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, എൻ്റെ പ്രയത്നങ്ങൾ പരാജയപ്പെട്ട സ്ഥാനത്ത് എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ആര് വിശ്വസിക്കാൻ തയ്യാറാകുന്നുവോ, ഇന്ന് രാത്രിയിൽ രക്ഷ നിന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നു. നിന്റെ ഹൃദയം തുറക്ക, രക്ഷകനകത്ത് കയറട്ടെ. ഓ നിന്റെ തകർച്ച മാറട്ടെ, നിന്റെ ഉടച്ചിലുകൾ മാറട്ടെ. ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ജീസസ്. പാപത്തിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യൻ ഓടിയ ഓട്ടം ചെറുതൊന്നുമായിരുന്നില്ല. അവൻ നടത്തിയ പ്രയത്നങ്ങൾ മുഴുവനും അമ്പേ പരാജയപ്പെട്ടവനായി തകർന്ന് തരിപ്പണമായ മനുഷ്യൻ. അതെ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വന്നു. ഇനി ആർക്ക് രക്ഷിപ്പാൻ കഴിയും? ഇനി ആർക്കെന്നെ വിടുവിപ്പാൻ കഴിയും? ഇന്ന് രാത്രിയിൽ നീ ചോദിക്കുന്നുവോ, എന്നെ ആർക്ക് രക്ഷിപ്പാൻ കഴിയും? എന്നെ ആർക്ക് വിടുവിപ്പാൻ കഴിയും? ഈ തകർന്ന് തളർന്ന് കിടക്കുന്ന എൻ്റെ അതേ കുടുംബത്തെ വിടുവിപ്പാൻ ആർക്ക് കഴിയും? മദ്യപാനിയായ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ആർക്ക് കഴിയും? ഓ തകർന്ന് കിടക്കുന്ന എൻ്റെ തലമുറയുടെ ഭാവി ശരിയാക്കാൻ ആർക്ക് കഴിയും? എൻ്റെ ജീവിതത്തിൽ വെളിച്ചമില്ലാതെ ഇരുണ്ട അവസ്ഥയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ഏതൊക്കെയോ തളർന്നു പോയ മേഖലക്കകത്ത് ആമേൻ രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണ നീ കുഴഞ്ഞു പോയ ഇടത്ത് എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയുമെന്ന് നീ ചോദിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ ചോദ്യത്തിന് ഒന്നര ഉത്തരമില്ല. നിന്റെ ചോദ്യത്തിന് രണ്ട് ഉത്തരമില്ല. ഈ രാത്രി ഞാൻ പറയുന്നു, നിന്റെ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം, അത് യേശു മാത്രമാണ്. അത് അനുഭവിച്ച സത്യമെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ച് ചില നിമിഷങ്ങൾ ദൈവജനം സാക്ഷിയെങ്കിൽ നീ അനുഭവിച്ച രക്ഷ, നീ അനുഭവിച്ച വിടുതൽ അത് യേശുവിൽ നിന്നാണെങ്കിൽ ഈ പട്ടണം അത് അറിയണം. കാര്യം എന്തോ ആരൊക്കെയോ അവൻ പറഞ്ഞത് കൊണ്ട് ഇവിടെ വന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുകയല്ല. ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല. ഞങ്ങൾ അറിഞ്ഞ രക്ഷയാണിത്. ഞങ്ങൾ വീണ്ടെടുത്ത ഒരു രക്ഷകന്റെ കുറിച്ചുള്ള സന്ദേശമാണിത്. ആമേൻ. എല്ലാം നടത്തിയ മനുഷ്യൻ അമ്പേ പരാജയപ്പെട്ട് തോൽവി സമ്മതിച്ച് നിൽക്കുന്നൊരു നേരം ചോദ്യം, ആർക്ക് രക്ഷിപ്പാൻ കഴിയും? ഈ ചോദ്യത്തിന്റെ നടുവിൽ സ്വർഗം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരൊറ്റ രക്തം പോലുമില്ല. ദാവീദ് പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് പാപിയായിട്ടാണ്. ആദാമിന്റെ രക്തം മുഴുവനും പാപത്തിന്റെ കറ കലർന്നിരിക്കുന്നു. ആർക്ക് രക്ഷിപ്പാൻ കഴിയും? പാപത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ ന്യായപ്രമാണ പുസ്തകം പറയുന്നു, പാപത്തിന്റെ ശമ്പളം അത് മരണമാണ്. മരണം വഴിയായി പാപത്തെ അത് ശമ്പളം മരണമെന്ന് എഴുതി വച്ചിരിക്കെ ഒരു നീതിമാന്റെ രക്തവും ഇവിടെ കാണാനില്ല. അമ്പേ പരാജയപ്പെട്ട മനുഷ്യൻ ആവശ്യം ഒരു തത്വചിന്തകനെ ആയിരുന്നില്ല. അമ്പേ പരാജയപ്പെട്ട മനുഷ്യൻ ആവശ്യം അവൻ ഇവിടെ പണമായിരുന്നില്ല. പണമായിരുന്നു ആവശ്യമെങ്കിൽ അവൻ ദൈവം ഒരു എക്കണോമിസ്റ്റിനെ അയക്കുമായിരുന്നു. ഇവിടെ ഒരു സയന്റിസ്റ്റിനെയാണ് ദൈവത്തിന് ആവശ്യമെങ്കിൽ നല്ലൊരു ശാസ്ത്രത്തിന് ദൈവത്തിന് അയക്കാമായിരുന്നു. ഇവിടെ ആവശ്യം ഒരു നീതിയായിരുന്നെങ്കിൽ ദൈവത്തിനൊരു ജഡ്ജിയെ അയക്കാമായിരുന്നു. ഈ ലോകത്തിലെ മനുഷ്യൻ ആവശ്യം അതേ മറ്റെന്തൊക്കെ ആയിരുന്നെങ്കിൽ ദൈവത്തിന് മറ്റെന്തൊക്കെയോ ചെയ്യാമായിരുന്നു. പക്ഷേ പരാജയപ്പെട്ട മനുഷ്യനെ നോക്കി സ്വർഗത്തിന് മനസ്സിലായി, പിതാവായ ദൈവത്തിന് മനസ്സിലായി, യവന്റെ പരാജയം മാറണമെങ്കിൽ, യവന്റെ ജീവിതം മാറണമെങ്കിൽ യേശു വരണം. ഈ രാത്രി ഞാൻ പറയുന്നു, തകർച്ച മാറണമോ? നിന്റെ ജീവിതത്തിൽ യേശു വരണം. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ? നിന്റെ ജീവിതത്തിൽ യേശു വരണം. നിന്നെ പകുതി വഴിയിൽ നിന്നുപോയ നിന്റെ ഭാവി ശരിയാകണമോ? നിന്റെ ജീവിതത്തിൽ ഏതോ സയന്റിസ്റ്റ് അല്ല, ഏതോ എക്കണോമിസ്റ്റ് അല്ല, ഏതൊക്കെയോ ശാസ്ത്രജ്ഞന്മാരല്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ യേശു വരണം. ഈ രാത്രി ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയും, എന്തോ രക്തത്തിളപ്പി വിളിച്ചു പറയുന്നതല്ലത്. ഒരു കാലം മുഴുവനും തകർക്കപ്പെട്ട ഒരു ചരിത്രം എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലുണ്ട്. ആർക്കും വേണ്ടാത്തവനെ പോലെ, ആരോരുമില്ലാത്തവനെ പോലെ കരഞ്ഞ് തള്ളി നീക്കിയ രാത്രികളുണ്ട്. എന്നെ വിടുവിപ്പാൻ ആർക്ക് കഴിയുമെന്ന് 1000 വട്ടം ചോദിച്ചവനാണ് ഞാൻ. ജീവിതം മടുത്തവനാണ് ഞാൻ. എങ്ങനെങ്കിലുമൊക്കെ ചാകണമെന്ന് കൊതിച്ചവനാണ് ഞാൻ. ആർക്കെന്നെ വിടുവിപ്പാൻ കഴിയുമെന്ന് എൻ്റെ
യൗവന പ്രായത്തിൽ ആരോരുമില്ലാതെ യൗവനത്തിന്റെ സകല സ്വപ്നങ്ങൾ തകർന്ന് അനാഥാലയത്തിന്റെ റൂമിനകത്ത് ഒതുക്കപ്പെട്ടവനാണ് ഞാൻ. എന്നാൽ ഇന്ന് രാത്രി അതേ ഞാൻ ഈ പട്ടണത്തിൽ മൈക്കെടുത്തുകൊണ്ട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തെ മാറ്റണമെങ്കിൽ, നിന്റെ ജീവിതം മാറണമെങ്കിൽ യേശു വരണം. ഞങ്ങളുടെ ജീവിതം മാറിയത് യേശു വന്നത് കൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ പാടുന്നത് യേശു വന്നത് കൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയൊരു യേശു വന്നത് കൊണ്ടാണ്. ആരൊക്കെയോ പറഞ്ഞു അവനൊരു തച്ചന്റെ മകനാണ്. യെസ്, അവനൊരു തച്ചന്റെ മകനാണ്. യെസ്, ഉടഞ്ഞതിനെ പണിയുന്നൊരു കുശവൻ, തകർന്ന് പോയതിനെ പണിയുന്നൊരു ആശാരി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ എവിടെയാ ഉടഞ്ഞു പോയേ, നീ എവിടെയാ തകർന്നു പോയേ, അതേ സ്ഥാനത്ത് ഇന്ന് രാത്രി നിന്നെ പണിയാ യേശു വന്നിരിക്കുകയാണ്. നീ വിലകൾ പലതും മുടക്കണ്ട. നിന്റെ സാമ്പത്തികം മുഴുവനും ഞങ്ങളുടെ ഭണ്ഡാരത്തിൽ, അത് ഇവിടുത്തെ സ്വോത്രപ്പെട്ടിയിൽ കൊണ്ടിടണ്ട. ആമൻ, നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ ഹൃദയം തുറന്ന് ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥയെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നിന്റെ വിടുതൽ നടന്നിരിക്കുക. ഇവിടെ ആശീർവാദം പറയുന്നതിന് മുൻപേ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവിക ദൂതന്മാർ ഇറങ്ങിയിരിക്കുക. എത്ര പേര് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? ജീവിതത്തെ മാറ്റുന്നൊരു ദൈവം, അമ്പേ പരാജയപ്പെട്ടു പോയൊരു മനുഷ്യൻ. ആർക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും? ആർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും? നൂറുകണക്കിന് ചോദ്യങ്ങൾ മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരുന്നു. ആമൻ, എല്ലാ പ്രയത്നങ്ങളും അമ്പേ പരാജയപ്പെട്ട് തളർന്ന് തകർന്ന മനുഷ്യൻ നോക്കി നിന്നപ്പോൾ ഇതാ ആമൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി ഒരുവൻ ഇറങ്ങി വരുന്നു, ഒരു രക്ഷകൻ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പാപം മനുഷ്യന് വരുത്തിയ വിപത്ത് ചെറുതൊന്നുമായിരുന്നില്ല. ദൈവം കൊടുത്ത അധികാരം നഷ്ടമായി, ദൈവം കൊടുത്ത തേജസ് നഷ്ടമായി, ദൈവം കൊടുത്ത സകല നന്മയും പാപം ചെയ്തതോടുകൂടെ വീണുടഞ്ഞു പോകുകയാണ്. ഒരു ദർപ്പണം നിലത്തേക്ക് വീണാൽ എങ്ങനെ ചിന്നി ചിതറി പോകുന്നുവോ അതുപോലെ പാപ മനുഷ്യ ജീവിതത്തെ വികൃതമാക്കി കളഞ്ഞു. പരാജയപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന് ഒരിക്കലും മനുഷ്യനെ പിരിയാൻ കഴിയില്ല. ദൈവത്തിന് ഒരിക്കലും നിന്നെ മറപ്പാൻ കഴിയില്ല. ഏതൊക്കെയോ തീച്ചൂളെ കൂടെ നീ പോയപ്പോ ചോദിച്ചില്ലേ 1000 പ്രാവശ്യം, എന്നെ ദൈവം മറന്നുപോയോ? ഏതൊക്കെയോ തകർച്ചയുടെ വക്കിൽ കൂടെ നീ നടന്നു പോയപ്പോൾ ചോദിച്ചില്ലേ, എന്നെ ദൈവം മറന്നുപോയോ? ഏതൊക്കെയോ രക്ഷപ്പെടാൻ കഴിയാത്ത കയത്തിൽ കൂടെ നീ കടന്നു പോയപ്പോൾ ചോദിച്ചില്ലേ, എന്നെ ദൈവം മറന്നുപോയോ? വഴിയറിയാതൊരു മനുഷ്യൻ വിജനമായ വീതിയിൽ പകച്ചു നിന്നതുപോലെ നീ പലപ്പോഴും ചോദിച്ചില്ലേ, എന്നെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകിപ്പോയോ? ഈ രാത്രി ഞാൻ പറയുന്നു, നീ വിളിച്ചാൽ നിന്റെ വിളിപ്പുറത്ത് വരുന്നവനാണ് ദൈവം. ഏത് കാരാഗ്രഹത്തിനകത്തും വരും, ഏത് തീച്ചൂളക്കകത്തും വരും, ഏത് പത്മോസിന്റെ ദ്വീപിനകത്തും വരും. നീ ഉടഞ്ഞു കിടക്കുന്ന ഏറെ പട്ടണത്തിൽ എൻ്റെ ദൈവം വന്നിരിക്കുക. കാര്യം നിന്നെ മറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുകയില്ല. ഇന്ന് നിന്നെ സ്നേഹിച്ച് നിന്നെ നാളെ മറന്നു കളയാൻ അവൻ കേവലം ഒരു മനുഷ്യനല്ല, അവൻ സാക്ഷാൽ ദൈവമാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചോട്ടെ. ദൈവ മനുഷ്യ ബന്ധം അകന്നുപോയി. ദൈവ സ്നേഹം കൊണ്ട് സൃഷ്ടിച്ച് അവന്റെ ചങ്ങലക്കകത്ത് കുടുങ്ങിക്കിടന്ന, അവന്റെ ചങ്ങലയോട് പറ്റിയിരുന്ന മനുഷ്യൻ, അതെ അവന്റെ സ്നേഹം മറന്നകന്നുപോയി. പാപം ചെയ്തപ്പോൾ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണു. ദൈവത്തോട് അടുക്കാൻ കഴിയാതെ അവൻ ഓടി മരച്ചില്ലയുടെ പുറകിൽ ഒളിച്ചു. ദൈവത്തെ മുഖാമുഖം കണ്ടടുത്തേക്ക് അപ്പാന്ന് വിളിച്ച് ഇന്നലെ വരെ ഓടിച്ചെന്നവൻ ഇന്ന് പാപം ചെയ്തപ്പോ എവിടേക്കോ മറഞ്ഞിരുന്നു. പാപം ദൈവത്തെ നിന്നെ തമ്മിൽ അകറ്റുന്നതാണെങ്കിൽ അതിനോട് ഗുഡ് ബൈ പറയുക. കാര്യം ദൈവത്തിന് നിന്നെ വേണം. മറക്കാൻ കഴിയാത്തൊരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം, പിരിയാൻ കഴിയാത്ത സ്നേഹം. ഇതുപോലൊരു സ്നേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കുണ്ടൊരു അപ്പൻ, എനിക്കുണ്ടൊരു അമ്മ,
എനിക്കുണ്ട് സഹോദരങ്ങൾ, എനിക്കുണ്ടൊരു ഭാര്യയും കുഞ്ഞ്, എനിക്കുണ്ട് കൂട്ടുകാരും നാട്ടുകാരും ഒത്തിരി പാസേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ നിർവ്യാജമായ നിഷ്കളങ്കമായ യേശുവിൻ്റെ സ്നേഹത്തെ പോലെ മറ്റൊരു സ്നേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവ പൈതലേ, നീ ജീവിതത്തിൻ്റെ അകത്ത് കൊതിച്ചത് പലതും നിനക്ക് കിട്ടിയില്ലായിരിക്കുക. നിന്റെ കരം പിടിച്ച് വന്ന പലരും പകുതി വഴിയിൽ നിന്നെ തനിച്ച് തളർത്തിയിട്ടിട്ട് നിന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് അതേ മുള്ളുകൾ കുത്തിയിറക്കി നിന്റെ ഹൃദയത്തെ വാക്കുകൾ കൊണ്ട് തകർത്ത്, അവരുടെ സ്വഭാവം കൊണ്ട് നിന്നെ തകർത്ത്, അവരുടെ നോട്ടം കൊണ്ട് നിന്നെ തകർത്ത് നിന്നെ ഒതുക്കിയെങ്കിൽ ഞാൻ ഈ രാത്രിയിൽ വിളിച്ചു പറയുന്നു, ഒരു നാളും നിന്നെ പിരിയാത്ത ഒരു മകൾ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. കാലം മാറും, കാലഘട്ടങ്ങൾ മാറും, ഭരണകർത്താക്കൾ തിരിഞ്ഞും മറിഞ്ഞും വരും. ഈ ലോകത്തിൽ പലരും വന്നും പോയി നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കാലം മാറുന്ന അനുസരിച്ച് ദൈവം തന്റെ സ്വഭാവം മാറ്റുകയില്ല. അവൻ വിശ്വസ്തനാണ്. വേദപുസ്തകം പറയുന്നു, അവന്റെ സ്വഭാവം ത്യജിച്ചു കളയാൻ കേവലം ഒരു മനുഷ്യനല്ല. ദൈവ മനുഷ്യ ബന്ധത്തിൽ വിള്ളലുകൾ വന്നു. അടുക്കാൻ കഴിയാത്തതുപോലെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. കാരണം പാപം. പാപം ദൈവത്തെയും മനുഷ്യൻ തമ്മിൽ അകറ്റിയ ഒന്നാണ് പാപം. എന്നാൽ സ്വർഗം കണ്ട് പാപം ചെയ്ത മനുഷ്യൻ രക്ഷയ്ക്കായി ഓടിക്കൊണ്ടേയിരിക്കുന്നു. അവൻ എന്തൊക്കെ ചെയ്യുകയാണ്? അവൻ നേർച്ചകൾ ചെയ്യുന്നു, അവൻ കാഴ്ചകൾ ചെയ്യുന്നു. എങ്ങനെ രക്ഷപ്പെടും അറിയത്തില്ല. അവന് തോന്നിയതെല്ലാം അവൻ ചെയ്തു. ദൈവത്തിൽ നിന്ന് അവൻ അകന്നു. പക്ഷെ വേദപുസ്തകം പറയുന്നു, ഒരു 33.5 വയസ്സുകാരൻ കാൽവരിയിൽ തകരുകയാണ്. ആ രക്തം കൊണ്ട് അവൻ അകന്നു പോയ ഈ ചങ്ങലകൾ, വിള്ളൽ വീണ ഈ ചങ്ങലകൾ അവൻ ആ രക്തം ഉരുക്കി ചേർത്തു. ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി മാറ്റിയ ഒരു വലിയ സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സ്നേഹമാണ്. ആമേൻ. വളരെ ശ്രദ്ധയോടെ കേൾക്ക. ഷാജഹാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ്, ഷാജഹാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ് തൻ്റെ പ്രിയ പത്നി മുംതാസ്, അവളുടെ വിരഹവേദനയിൽ അവളോടുള്ള പ്രണയം അടക്കാനാകാതെ, അവളോടുള്ള തീവ്ര പ്രണയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് അവളോടുള്ള സ്നേഹം അടക്കാനാകാതെ ആ വേദനക്കകത്തിരുന്നു കൊണ്ട് അവൾക്ക് വേണ്ടി ഒരു മാർബിൾ സൗധം പണിതു. അതാണ് താജ്മഹൽ. ഈ മണ്ണിൽ താജ്മഹൽ ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ പ്രണയമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്നേഹമാണത്. വളരെ ശ്രദ്ധയോടെ കേൾക്ക്. തൻ്റെ പ്രിയ പത്നിയുടെ വിരഹവേദനയിൽ അവളോടുള്ള പ്രണയത്തിൻ്റെ ദാഹമടക്കാനാകാതെ അദ്ദേഹം ഈ ആഗ്രയുടെ തീരത്ത് യമുനയിൽ അതേ ഒരു മാർബിൾ സൗധം പണിതു. അതാണ് താജ്മഹൽ. ഏകദേശം 22 വർഷങ്ങൾ കൊണ്ട് 10,000-ൽ പരം തൊഴിലാളികളെ വെച്ച്, ആമേൻ, 22 വർഷം കൊണ്ട് 10,000-ൽ പരം തൊഴിലാളികൾ ആ മാർബിൾ സൗധം കെട്ടി പണിതുയർത്തി. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ അതൊരു അത്ഭുതമായി നിലകൊള്ളുകയാണ്. ആമേൻ. അത് മണ്ണിൽ പൊങ്ങി വന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ പ്രണയമാണ്. അതെനിക്ക് അത്ഭുതമാണ്. പക്ഷേ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമായിരുന്നു എങ്കിലും എന്നെ അത്യത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമല്ല. അതിനപ്പുറം ഒരു വലിയ സ്നേഹത്തെ ഞാൻ കണ്ടുമുട്ടി. നിങ്ങൾ ആരും മിണ്ടുന്നില്ല, ഒരാമേൻ പറഞ്ഞേ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമായിരുന്നു എങ്കിലും എന്നെ അത്യത്ഭുതപ്പെടുത്തിയത് ഷാജഹാന്റെ പ്രണയമല്ല. എന്നെ അത്യത്ഭുതപ്പെടുത്തിയത് ഞാൻ പാപി എന്നറിഞ്ഞിട്ട് ഞാൻ പല പ്രാവശ്യം വീണും എഴുന്നേറ്റും ഒരു കഴുത ചുമക്കുന്നത് പോലെ പാപം ഞാൻ ചുമന്നുകൊണ്ടിരുന്നെന്ന് അറിഞ്ഞിട്ടും ഒരു ദിവസം ഞാൻ ശരിയാകുമെന്ന് കണ്ട്, ഒരു ദിവസം എൻ്റെ രക്ഷയെ അവൻ തിരിച്ചറിയുമെന്ന് കണ്ട് എനിക്ക് വേണ്ടി സഹിച്ച്, എനിക്ക് വേണ്ടി ക്ഷമിച്ച്, ഇതാ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 2 കള്ളന്മാരുടെ നടുവിൽ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായി ചോരയിൽ കുതിർന്ന വദനം വികൃതമായി അംഗങ്ങൾ ചേതറയറ്റി കിടക്കപ്പെടുമ്പോഴും ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ചാലിൻ്റെ തുപ്പലും വിയർപ്പും കുഴഞ്ഞുണങ്ങിയ മുഖത്ത് അല്പം പോലും വിങ്ങിപ്പൊട്ടലില്ലാതെ, ഒരു പ്രതികാരത്തിൻ്റെ പേപരത്തിലില്ലാതെ അവൻ കയ്യിൽ അടിച്ചിറക്കിയ ആണികൾ അടിച്ചിറക്കിയ കരുത്തന്മാരായ പടയാളികളോട് ക്ഷമിച്ച് 39 അടി വലതും ഇടതും ചുറ്റി അടിച്ച ആ പടയാളികളോട് ക്ഷമിച്ചുകൊണ്ട് ആ സ്നേഹം ക്രൂസിൽ കയറി വിളിച്ചു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ചങ്ക് പിളർന്നൊരു സ്നേഹം.
എന്നെ പങ്കാളിയാക്കിയൊരു സ്നേഹം. ഈ രാത്രി ഞാൻ പറയും, ദൈവ പൈതലേ, നിങ്ങൾ ആരെന്നറിയാമോ? നിങ്ങൾക്കൊരു പിതാവുണ്ട്, നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളിയും പൊന്നിയും അഴിഞ്ഞു പോകുന്ന കേവലം മെറ്റീരിയൽ കൊണ്ടല്ല. വേദപുസ്തകം പറയുന്നു, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നു. എന്നെ അത്യത്ഭുതപ്പെടുത്തിയ പ്രണയം ഷാജഹാന്റെ പ്രണയമല്ല, ഒരു 33.5 വയസ്സുകാരൻ്റെ പ്രണയം. ഈ രാത്രി ഞാൻ പറയുന്നു, എൻ്റെ സന്ദേശം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആരെയും എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് പറയുന്നുണ്ടോ? നിനക്കൊരു ദൈവമുണ്ട്. എന്നെ ഒന്ന് കൈത്താങ്ങാൻ ആരുമില്ലെന്ന് പറയുന്നവരുണ്ടോ? നിനക്കൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം നിന്റെ ജാതി നോക്കിയിട്ട് നിന്നെ മാറ്റി നിർത്തുന്നവനല്ല. ഇവിടുത്തെ മനുഷ്യൻ നിന്റെ ത്വക്കിന് കറുത്ത നിറമെങ്കിൽ അവൻ നിന്നെ മാറ്റി നിർത്തും. ഇവിടുത്തെ മനുഷ്യൻ നിന്റെ പോക്കറ്റിലെ പൈസ നോക്കിയിട്ട് നിന്നെ മാറ്റി നിർത്ത്. നീ കൂരറ്റകത്താണ് കിടക്കുന്നെങ്കിൽ നിന്നെ ഒരു കല്യാണത്തിന് പോലും വിളിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ തകർന്ന കൂര നോക്കാതെ, നിന്റെ പോക്കറ്റിന്റെ വലിപ്പം നോക്കാതെ, നിന്റെ പേരിന്റെ മുൻപിലെ ഡിഗ്രി നോക്കാതെ, നീ ഉടഞ്ഞവനാണെങ്കിൽ നിനക്ക് വേണ്ടി എൻ്റെ യേശു വരും. നീ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിൽ, കാര്യം എൻ്റെ യേശു ക്രൂശിൽ തകർന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല. ദൈവജനം തിരിച്ചറിയ, സകല മാനവ കുലത്തിനും വേണ്ടി ജനിച്ച് ജീവിച്ച് ഇന്ന് ജനിക്കാൻ പോകുന്ന സകലർക്കും വേണ്ടി എൻ്റെ യേശു തകർന്നിരിക്കുകയാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. സമീപസ്ഥർ ആകും എന്നല്ല വേദപുസ്തകം പറയുന്നേ, ക്രിസ്തുവിൻ്റെ രക്തം നിന്നെ അവനോട് അടുപ്പിച്ചിരിക്കുന്നു. ഈ രാത്രി ഞാൻ പറയുന്നു, രക്ഷയ്ക്ക് വേണ്ടി അവൻ എവിടെയൊക്കെയോ നീ ഓടി പരാജയപ്പെടണ്ട. ഈ രക്ഷ നിന്റെ കാഴ്ചവട്ടിലുണ്ട്. ഇന്ന് രാത്രി നിന്റെ കാതിൽ ഇത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ മതി, ഈ രക്ഷ നിന്റെ അകത്തേക്ക് കയറി വരും. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വേദപുസ്തകം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ അവനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ട് യേശു വന്നു? എന്തുകൊണ്ട് സ്വർഗത്തിന്റെ മഹിമകൾ അവൻ വെടിഞ്ഞു? എന്തുകൊണ്ട് സിംഹാസനം വിട്ടിറങ്ങി? ഒരേ ഒരു കാരണമേ ഉള്ളൂ, നീ ഏവനും നശിച്ചു പോകരുത്, നീ നശിച്ചു പോകരുത്, നീ തകർന്നു പോകരുത്, നീ ഉടഞ്ഞു പോകരുത്. നിന്റെ ജീവിതം പകുതി വഴിയിൽ ആശകൾ നശിച്ച് നീ തകർന്നു വീഴരുത്. യേശു വന്നത് നിന്റെ തകർച്ചയെ മാറ്റാനാണ്. യേശു വന്നത് നിനക്കൊരു നിത്യ ജീവൻ ഉണ്ടെന്ന് പറവാൻ വേണ്ടി മാത്രമല്ല, നിന്നെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനും കൂടെ വേണ്ടിയാണ്. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും, അതിനകത്തൊരു ജൈനനെന്നില്ല, ഒരു ബുദ്ധനെന്നില്ല, ക്രിസ്ത്യാനിയോ ഇസ്ലാമോ ഹിന്ദോ എന്നില്ല. ഏവനും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ ഉണ്ട്. സകല മതങ്ങളും പഠിപ്പിക്കുന്നു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. യെസ് ഉണ്ട്. വേദപുസ്തകം പറയുന്നു ഉണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം നീ ജനിക്കപ്പെടുന്നത് ഏതോ പള്ളിയോ പഴുതാരിയോ പുഴുവോ ആയിട്ടല്ല. വേദപുസ്തകം പറയുന്നു, നീ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടത് നീ ഒരു വെള്ള സിംഹാസനത്തിന് മുൻപിൽ ചെന്ന് നിൽക്കുക. അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? നിശ്ചയമായും ഉണ്ട്, ഒരു ജീവിതമുണ്ട്. ഏതൊക്കെയോ മന്ദബുദ്ധികൾ പറയുന്നു ഇവിടെയാണ് സ്വർഗ്ഗം, ഇവിടെയാണ് നരക. ഞാൻ പറയുന്നു, നരകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ചൂടുള്ളതല്ല, അവിടെ പുഴുവുള്ളതല്ല, അവിടെ കെടാത്ത തീയുള്ളതല്ല. നരകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ദൈവമില്ലെന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇവിടെ ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു ദൈവത്തെ എനിക്കറിയാം. ഇവിടെ ഞാൻ നിലവിളിച്ചപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നൊരു ദൈവത്തെ എനിക്കറിയാം. എൻ്റെ ഭാവിയുടെ എൻ്റെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റിത്തിരിച്ചൊരു ദൈവത്തെ എനിക്കറിയാം. ആമേൻ. ഇവിടെ അല്ല നരക, ഇവിടെ അല്ല സ്വർഗം. എന്നാൽ മരണത്തിനപ്പുറം 2 ജീവിതമുണ്ട്. ഒന്നുകിൽ നീ നരകത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പോകുക. ഏത് വേണം തീരുമാനിക്കുക. അത് തീരുമാനത്തിൻ്റെ ശേഷി തന്നിരിക്കുന്ന ദൈവം നമ്മുടെ കയ്യിലാണ്. നിങ്ങൾക്കറിയാമോ, ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചിട്ട് നീ അത് ഒരു കമ്പ്യൂട്ടർ മനുഷ്യനെ പോലെ എന്തോ പ്രോഗ്രാം ചെയ്തല്ല എന്നെ നിങ്ങൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്.
ആമൻ. ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തൊക്കെയോ ആമൻ നമ്മുടെ മെമ്മറിക്ക് ഇന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞല്ല ഇതിനകത്ത് പറഞ്ഞു വിട്ടത്. ആമൻ, ഈ കീബോർഡ് നോക്കിയാൽ ഇതിന് ഒത്തിരി കീസ് ഉണ്ട്, ഒത്തിരി ടോൺസ് ഉണ്ട്, ഒത്തിരി റിതംസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്തൊരു ഫങ്ഷൻ ഉണ്ട്. അത് ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്നതിനപ്പുറം ഇതിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ ക്യാമറ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് ഒത്തിരി സിസ്റ്റമുണ്ട്, ഇതിനകത്ത് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആമൻ. എന്നാൽ ഇവിടെ ഒരു ലെൻസ് ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ലെൻസിനെ ചെയ്യുവാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്, ഒരു ക്ലാരിറ്റി നൽകാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. എന്താണോ ഇതിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പെർഫോമൻസ് മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ. പക്ഷേ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് കേവലം ഒരു കമ്പ്യൂട്ടറിനെ പോലെയല്ല. വേദപുസ്തകം പറയുന്നു, അവൻ നിനക്ക് തീരുമാനത്തിന് വേണ്ടി, അതെ നിനക്ക് മനുഷ്യനേക്കാൾ, അതെ മൃഗത്തെക്കാൾ, സകല ജീവജന്തുക്കളെക്കാൾ സകലത്തിലും ശ്രേഷ്ഠമായത്ര എന്നെ നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ അല്ല കമ്പ്യൂട്ടറാക്കിയല്ല ദൈവം സൃഷ്ടിച്ചേക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്ന് ചിന്താശേഷിയോടുകൂടെ നിനക്ക് നല്ലത് വേണമോ തിരഞ്ഞെടുക്കുക, നിനക്ക് പാപം വേണമോ തിരഞ്ഞെടുക്കുക, നിനക്ക് ലോകത്തിലെ മോഹം വേണമോ തിരഞ്ഞെടുക്കുക, നിനക്ക് സിഗരറ്റ് വലിക്കണമോ വലിക്കുക, നിനക്ക് മദ്യപിക്കണമോ മദ്യപിക്കുക, നിനക്ക് പാപത്തിൽ നടക്കണമോ നടക്കുക, നിനക്ക് വ്യഭിചാരം ചെയ്യണമോ ചെയ്യുക, നിനക്ക് ഈ ലോകത്തിലെ മോഹം വേണമോ ചെയ്യുക. പക്ഷേ ഒന്നറിയുക, ഒരു ദിവസം സകലത്തിന് എണ്ണി കണക്ക് കൊടുക്കുന്ന ഒരു ദിവസം വന്നിരിക്കും. ഇവിടെ അപ്പനെ പറ്റിക്കാം, അമ്മയെ പറ്റിക്കാം, ഭാര്യയെ പറ്റിക്കാം, സകല എണ്ണത്തിനെയും പറ്റിക്കാം. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത രണ്ട് കണ്ണുകൾ ഇന്ന് രാത്രിയിലും ഏത് ഇരുട്ടിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ദാവീദ് പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗത്തിന് മുൻപേ അവൻ എന്നെ അറിഞ്ഞിരിക്കുന്നു. അവൻ സകലതും അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ എവിടെ പോയി ഒളിക്കാനാണ്? ഞാൻ എവിടെ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ പിടിക്കുന്നു. ദൈവം അറിയാതെ നീ എഴുന്നേൽക്കുന്നില്ല, ദൈവം അറിയാതെ നീ ഉറങ്ങുന്നില്ല. നിന്റെ നിരൂപണങ്ങൾ മുഴുവൻ അവൻ അടുത്ത് വന്നിട്ടല്ല, ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്റെ ഇരിപ്പും കിടപ്പും നടപ്പും എല്ലാം എൻ്റെ ദൈവത്തിന് അറിയാൻ ഞാൻ വിളിച്ചു പറയുന്നു. സ്നേഹിതാ, ഇവിടെ ആരെയെല്ലാം നീ പറ്റിച്ചാല് ദൈവത്തെ പറ്റിക്കാൻ നിനക്ക് കഴിയത്തില്ല. കാര്യം നീ അല്ല ദൈവത്തെ സൃഷ്ടിച്ച്, ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. എല്ലാം കാണുന്ന രണ്ട് കണ്ണുകളുണ്ട്. ഒരു നിത്യജീവനുണ്ട്, ഒരു രക്ഷ ഉണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. തീരുമാനിക്കാനുള്ള ശേഷി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നീ നല്ലത് ചെയ്താൽ നീ ചെയ്ത നന്മയ്ക്ക് തക്കവണ്ണം പ്രാപിക്കും, നീ തിന്മ ചെയ്താൽ തിന്മയ്ക്ക് തക്കവണ്ണം പ്രാപിക്കുക. ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് നീ പറഞ്ഞ് ഒഴിയാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി നിന്റെ കാതിൽ കേൾക്കുന്ന ഈ ശബ്ദത്തിന് നീ വില കൊടുക്കുന്ന ഒരു ദിവസം കടന്നു വരിക. ഒന്നുകിൽ നിനക്കിന്ന് മാനസാന്തരപ്പെടാം, ഒന്നുകിൽ നിനക്ക് ഈ രക്ഷയെ ഏറ്റുപറയാം, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ്, ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ്, യേശുവിനെ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് നീ ഒന്നും അറിയാത്തവനെ പോലെ കണ്ണടച്ച് ആരും എന്നെ കണ്ടില്ല, ആരും എന്നെ അറിഞ്ഞില്ല, ഇങ്ങനൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും പഴയ ജീവിതത്തിൽ പോകാം. ഒന്നുകിൽ നീ ശീതവാനായിരിക്കുക, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കുക. വേദപുസ്തകം പറയുന്നത് നീ ശീതോഷണവാനാകയാൽ ഞാൻ നിന്നെ അതിന്റെ നിലയിൽ നിന്ന് മാറ്റിക്കളയും. ഹല്ലേലൂയ. രണ്ട് തീരുമാനങ്ങൾ നമുക്കുണ്ട്. ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ അതെ നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പിന്നാലെ പോകാം. റോമർക്കെഴുതിയ ലേഖനം 8-32 വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? വേദപുസ്തകം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിച്ചില്ല, സ്വന്തം കുമാരനെ ആദരിച്ചില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം കൊടുത്ത വില എന്ന് പറയുന്നത് സ്വന്തം പുത്രൻ്റെ ഓമന കുമാരൻ്റെ പ്രാണനായിരുന്നു, സ്വന്തം ഓമന പുത്രൻ്റെ ജീവനായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നത് ആമേൻ പാപത്തിൽ മുഴുകി ജീവിക്കാനല്ല. ദൈവം നമുക്ക് തന്ന വില എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് എഴുതിയിരിക്കെ ആ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ആമൻ കാൽവരിയോളം നടന്നു കയറി സകല നിന്ദയും തുപ്പും അപമാനവും സകല പരിഹാസവും സഹിച്ച യേശു ക്രിസ്തു അവൻ്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ പറയുന്നു, ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പങ്കാളികളാണ്. നമ്മൾ രക്ഷപ്പെട്ടതും രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിച്ചില്ല. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ്
സ്നാനമേക്കാൻ നേരം യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ മുങ്ങിപ്പൊഴുകുമ്പോൾ സ്വർഗം തുറന്നു. വിളിച്ചു പറഞ്ഞൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പുത്രന്മാരുണ്ട്, പ്രിയപുത്രന്മാരുണ്ട്. പുത്രന്മാരുണ്ട്, പ്രിയപുത്രന്മാരുണ്ട്. പ്രിയപുത്രന്മാരുടെ സ്നേഹം അഗാധമായിരിക്കും, ഒരിക്കലും പിരിയാൻ കഴിയത്തില്ല. സ്വർഗം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് പറഞ്ഞു, പുത്രൻ എനിക്ക് പ്രിയമുള്ളവനാണ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം പറയുന്നു, അവനെ ആ പിതാവ് ആദരിച്ചില്ല. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി. ആമൻ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ പട്ടണത്തിൽ ശബ്ദം കേൾക്കുന്ന സകല 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 പേർക്കും വേണ്ടി ഞാൻ വിളിച്ചു പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാത്തതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളെ തല ഉയർത്തേണ്ടതിനാകുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാത്തതിൻ്റെ കാരണം എന്നെയും നിങ്ങളെ മാനിപ്പാൻ വേണ്ടിയാകുന്നു. ഗെത്സമനിയുടെ തോട്ടത്തിൽ നോക്ക്, വലിയ ഒലിവ് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആമൻ ഗെത്സമനിയുടെ തോട്ടത്തിൽ ഒരുവൻ മണ്ണോളം പറ്റിക്കിടക്കുന്നു, പൊടിയോളം പറ്റിക്കിടക്കുന്നു. പൊടിയോളം പറ്റിക്കിടന്നുകൊണ്ട് അവൻ ചങ്ക് പുലർന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. ഏത് പാനപാത്രം? യേശു കർത്താവ് ചെയ്ത പാപമല്ല, യേശു കർത്താവ് ചെയ്ത ഒരു കുറ്റവുമല്ല. ജനനം കൊണ്ട്, ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട്, മാർഗം കൊണ്ട് അവൻ സാക്ഷാൽ പാപമില്ലാത്ത ദൈവപുത്രനായിരുന്നു. ദാവീദ് പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ അതെ ജനിച്ചു വരുന്ന സകലെണ്ണം പാപികളാണ്, പാപത്തിൽ ഞാൻ ഉരുവാക്കപ്പെട്ടുവെന്ന് പറയുന്നു. മത്തായി സുവിശേഷത്തിന്റെ ആരംഭം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു വലിയ വംശാവലി കാണാം. ഇന്നയാളെ ജനിപ്പിച്ചു, ഇന്നയാളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വംശാവലി കാണാം. എന്നാൽ അവിടെയല്ല യേശുവിൻ്റെ പേരെഴുതിയിട്ട് അവനെ ജനിപ്പിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, അവൻ ജനിച്ചു. അർത്ഥം ഇതാണ്, യേശുവിനെ കേവലം മനുഷ്യൻ ജനിപ്പിച്ചതല്ല, അവൻ ജനിച്ചു. അർത്ഥം അവൻ ദൈവത്താൽ ഭൂജാതനായ ദൈവപുത്രനാകുന്നു. ജനനം കൊണ്ട് ഭാവിയല്ല, ജീവിതം കൊണ്ട് ഭാവിയല്ല, കർമ്മം കൊണ്ട് ഭാവിയല്ല. അവൻ മരണം കൊണ്ട്, അടക്കം കൊണ്ട്, ഉയർപ്പ് കൊണ്ട് അവൻ പാപിയല്ല. അവൻ പാപം അറിയാത്തവനായിരുന്നു. പാപം അറിയാത്തവന് വേണ്ടി, പാപം അറിയാത്തവനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവനെ പിതാവ് ആദരിച്ചില്ല. എന്താ കാര്യം? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് നമ്മൾ ഓരോ തെറ്റും ചെയ്യുമ്പോൾ അറിയണം, ഒരു പുത്രനെ തകർത്തൊരു സ്നേഹം നമ്മുടെ പുറകെ നടന്ന് കരയുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലേ, നീ സ്നാനപ്പെടാൻ നേരം എടുത്ത തീരുമാനങ്ങൾ ഇന്നെവിടെ? നീ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ എടുത്ത തീരുമാനങ്ങൾ എവിടെ? അന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നുണ്ടോ? അന്നത്തെ പോലെ ഇന്ന് നീ ആരാധിക്കുന്നുണ്ടോ? അന്നൊക്കെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആവേശത്തോടു കൂടെ പോകും. എന്തുകൊണ്ട് ഇത്രയും ചെയറുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു? ഇവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട് ഇത്രയും ചെയറുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു? ഞാൻ പറയുന്നു, ദൈവം നിന്റെ അകത്ത് വരണം, ദൈവം നിന്റെ അകത്ത് വരണം. അന്ന് ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അകത്തൊരു തീയാണ്. പള്ളിയിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാവരും വരുന്നതിന് മുൻപേ പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ആ തീഷ്ണത എവിടെ പോയി? ആരൊക്കെ വാടാ 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 അളിയ എന്ന് പറഞ്ഞ് 100 പ്രാവശ്യം വിളിച്ചാൽ എനിക്കെൻ്റെ ദൈവത്തെ വിട്ടിട്ട് വരാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും പാപത്തോട് ടാറ്റ പറഞ്ഞ് ഓടിയ നീ ഇന്ന് എവിടെ നിൽക്കുന്നു? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ദൈവത്തെ പിരിയരുത്, ദൈവത്തെ പിരിയരുത്. ദൈവത്തെ പിരിഞ്ഞ് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ദൈവത്തെ പിരിഞ്ഞാൽ നീ വീണു പോകും. ഇന്ന് നീ ദൈവത്തെ പിരിഞ്ഞ് പാപം ചെയ്യുമ്പോൾ നിനക്ക് തോന്നും കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, ഒരു ദിവസം അവൻ സർപ്പവിഷം പോലെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ പാപം നിന്നെ വികൃതമാക്കി മാറ്റും. എന്നാൽ നിന്നെ രക്ഷിക്കേണ്ടതിന് യേശു കർത്താവ് നിന്റെ പിന്നാലെ ഉണ്ട്. പാപം ചെയ്യുമ്പോൾ ആരൊക്കെയോ ഇന്ന് പറഞ്ഞ് യേശുവിനെ ഭയങ്കര കൊമ്പും തലയും വാലും ഒക്കെ കൊടുത്ത് ഒരു ഭീകര രൂപിയാക്കി വെച്ചിരിക്കുന്നു. ഒരു നേരം പ്രാർത്ഥിക്കാത്തതുകൊണ്ട് നിന്നെ വണ്ടി ഇടിച്ചു കൊല്ലുന്ന ദൈവമല്ല എൻ്റെ ദൈവം.
ഏതൊക്കെയോ നീ തെറ്റിൽ വീണത് ശരിയാണ്, പക്ഷെ നീ തെറ്റിൽ വീണെന്ന് പറഞ്ഞ് എന്നേക്കുമായി ഇവിടുത്തെ മനുഷ്യൻ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നത് പോലെ നിന്നെ എന്നേക്കുമായി തകർത്ത് നിന്നെ ഓട്ടിച്ച് നാട് കടത്തുന്നവനല്ല ദൈവം. എന്നോ നീ ചെയ്ത പാപത്തെ പറഞ്ഞ് ഇന്നും മനുഷ്യൻ നിന്റെ ഹൃദയത്തെ കുത്തി നോവിക്കും. പക്ഷെ വേദപുസ്തകം പറയുന്നു, നിന്റെ ഏത് കടും ചുമപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്നൊരു സ്നേഹമുണ്ട്. നീ അപ്പാന്നൊന്ന് വിളിച്ചാൽ നീ കിടക്കുന്ന പന്നിക്കൂട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ച് നീ അപ്പൻ്റെ വീട്ടിലേക്ക് പോയാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെയാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. നീ പലപ്പോഴും തകർന്നു പോയിട്ട്, നീ പലപ്പോഴും പാപത്തിൽ വീണിട്ട് നിന്നെ തള്ളിക്കളയാതെ, നിന്നെ അകറ്റിക്കളയാതെ, ലോകം നിന്നെ തള്ളിയിട്ട്, ലോകം നിന്നെ ഒതുക്കിയിട്ട് നിന്നെ തള്ളിക്കളയാതെ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനകത്തേക്ക് നിന്നെ തള്ളിക്കയറ്റാൻ പരിശുദ്ധ ആത്മാവ് നിന്റെ പുറകെ വന്നതിന്റെ കാരണം നിന്നെ മറക്കാൻ കഴിയാത്തൊരു പ്രണയമാണ്. പാപം ചെയ്യുമ്പോൾ ഓർക്കണം, ദൈവം ചിരിക്കുകയല്ല, ദൈവം കരയുന്നു. വേദപുസ്തകം പറയുന്നു, പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അർത്ഥമൊരു കൊച്ചു കുഞ്ഞ് എന്തൊക്കെ ആവശ്യം പറഞ്ഞ് അവൻ ഭയങ്കരമായി കുലുങ്ങി കരയുന്നത് പോലെ പാപം ചെയ്യുന്നവൻ്റെ പിന്നാലെ വന്നിട്ട്, മോളെ കം ബാക്ക് ടു ജീസസ്, നീ എന്നിലേക്ക് വരിക, നീ യേശുവിലേക്ക് വരിക എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിൻ്റെ പിന്നാലെ നിന്റെ വാതിൽ കൊന്ന് മുട്ടുന്നൊരു ദൈവം ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ഏതൊക്കെയോ ഹൃദയത്തിനകത്തേക്ക് ചാട്ടുളി അടിച്ചു കയറ്റുന്ന പോലെ ഈ സന്ദേശം ആരൊക്കെ ഹൃദയം തുറന്ന് കീറി കയറുന്നത് ഞാനൊരു കാഴ്ച കാണുകയാണ്. ഈ രാത്രി ഞാൻ പറയുന്നത്, സ്നേഹിതാ, നിന്റെ ഹൃദയം തുറന്നാൽ ഇന്ന് നീ വിടുതലോടെ പുറത്തു വരും. നീ തകർന്നത് മതി, നീ ഉടഞ്ഞത് മതി, നീ പാപത്തിൽ വീണത് മതി. ഇന്ന് രാത്രി എഴുന്നേൽക്ക്, നീ കിടക്കുന്ന പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേൽക്ക്. നിനക്ക് വേണ്ടി ഒരു അപ്പൻ കാത്തിരിക്കുന്നുണ്ട്. നിനക്കൊരപ്പനുണ്ട്. ഇതിനകത്തിരുന്ന സകല പേരെ നോക്കി ഞാൻ പറയുന്നു, എന്നോ പണ്ട് ചെയ്തൊരു തെറ്റ് മനുഷ്യൻ ക്ഷമിക്കും, മറക്കത്തില്ല. പണ്ടെങ്ങാണ്ടോ നീ ചെയ്തൊരു തെറ്റ്, പണ്ടെങ്ങാണ്ടോ നിന്റെ ജീവിതത്തിൽ വന്നുപോയൊരു വീഴ്ച, പണ്ടെങ്ങാണ്ടോ നീ എപ്പോഴൊക്കെയോ കാലെന്ന് വഴുതി പോയ വീഴ്ചയെ പറഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ട് അന്നവർ ക്ഷമിച്ചു, പക്ഷെ മറന്നില്ല. സാഹചര്യം വരുമ്പോൾ നിന്റെ ഹൃദയത്തെ കുത്തി അന്നത്തെ പഴങ്കഥ പറയുന്നെങ്കിൽ ചെവി തുറന്ന് കേൾക്ക്. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നീ മടങ്ങി ക്രിസ്തുവിലേക്ക് വരപ്പെടുമ്പോൾ നിന്റെ പാപത്തിൻ്റെ ഭാണ്ഡത്തെ അവൻ എടുത്ത് കടലിൻ്റെ ആഴത്തിലേക്ക് വലിച്ചെറിയുന്നു. പിന്നെ ഓർമ്മിപ്പിച്ചാൽ പോലെ ഓർക്കുവാൻ കഴിയാത്തതുപോലെ നിന്റെ പാപത്തെ മറന്നിട്ട് നിന്നെ പുത്രത്വത്തിലേക്ക്, നീ ഒരു അടിമയായിട്ടല്ല, നീ ഒരു ജോലിക്കാരനായിട്ടല്ല, നീ ഒരു അയൽവാസിയായിട്ടല്ല, നിന്നെ പുത്രത്വത്തിലേക്ക് നിന്നെ പിടിച്ചു കയറ്റുന്ന ഒരു അപ്പൻ്റെ സ്നേഹമാണ് ഇന്ന് രാത്രി വ്യാപരിക്കുന്നത്. ആ സ്നേഹത്തെക്കുറിച്ചാണ് ഈ രാത്രി ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തു വന്ന നിർദോഷമായ കുഞ്ഞാടിൻ്റെ രക്തം. ഹല്ലേലൂയ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവരൂപത്തിലിരുന്നവൻ, ദൈവ സാദൃശ്യത്തിലിരുന്നവൻ, പിതാവിൻ്റെ ഓമന കുമാരൻ, പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ, നമ്മുടെയൊക്കെ സൃഷ്ടിതാവ്, ആ സ്വർഗത്തിലെ പടച്ച തമ്പുരാൻ, നമ്മയൊക്കെ പടച്ച തമ്പുരാൻ, ആ തമ്പുരാൻ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റെന്ന്. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. അവൻ കേവലം ഒരു ദാസരൂപമെടുത്തെന്ന്. അവനൊരു രാജാവാണ്. He is the King of Kings. വേദപുസ്തകം മത്തായി സുവിശേഷം പറയുന്നു, അവനൊരു രാജാതിരാജാവാണ്. പക്ഷെ കാൽവരിയുടെ ക്രൂശ് വിളിച്ചു പറയുന്നത്, അവൻ അടിമകളെക്കാൾ അടിമകളായിരുന്നു, അവൻ താഴ്ന്നവനേക്കാൾ താഴ്ന്നവനായിരുന്നു. ക്രൂശിലേക്ക് നോക്ക്, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ തകർക്കപ്പെട്ടവൻ. ഇവിടെ ഒരു അറവശാലയുണ്ട്. ആ അറവശാലയിൽ ഒരു മൃഗത്തിൻ്റെ തോലുരിച്ച് അതിൽ നിന്ന് രക്തം വാർന്ന് വീഴുന്നത് പോലെ അവനെ കാണുന്ന കണ്ണുകൾ മുഴുവനെ കരഞ്ഞിട്ടല്ലാതെ ആ കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. കാരണം അത്രമേൽ തകർന്നവനായി ക്രൂശിൽ കിടക്കുന്ന ഒരു ക്രിസ്തു.
പ്രപഞ്ച സൃഷ്ടാവ് ക്രൂശിൽ പിടയുമ്പോൾ കുത്തിയ പടയാളികളെല്ലാം പരിഹസിച്ചു. മറിയുടെ ഹൃദയത്തിൻ്റെ അകത്തേക്കൂടെ ചങ്കത്തൊരു വാള് കയറ്റി വിടുന്നൊരു വേദനയുണ്ടായി. നിങ്ങൾ കണ്ടോ, അവന്റെ കയ്യിൽ കാരിരും വാണി ഇറക്കിയവർക്ക് കരുണ തോന്നിയില്ല. 2.5 ഇഞ്ച് നീളമുള്ള കൂർത്തുമൂർത്ത മുള്ളത് അവന്റെ തലയിലേക്ക് അടിച്ചിറക്കിയ മനുഷ്യൻ യേശുവിനോട് കരുണ തോന്നിയില്ല. ഗവതയുടെ കൽത്തളത്തിനകത്ത് വില്ല് പോലെ വളച്ചു നിർത്തി 39 അടികൾ ഒന്നു കുറയാതെ അവന്റെ ശരീരത്തെ അടിച്ചു കീറുമ്പോ മനുഷ്യന് കരുണ തോന്നിയില്ല. എന്നാ ആ സമയം പ്രപഞ്ചത്തിലേക്ക് നോക്ക്, കരുണ തോന്നാതെ ക്രൂശിക്ക എന്ന് നിലവിളിച്ച് ആർത്ത് വിളിച്ച മനുഷ്യരുടെ നടുവിൽ ഭൂമി ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഭൂമിക്ക് ഹൃദയവേദന താങ്ങാൻ കഴിഞ്ഞില്ല. ആലയത്തിന്റെ ശിരശീല രണ്ടായി കീറി. സൂര്യൻ കടമ്പുറം പോലെ കറുത്തു. നട്ടുച്ചയ്ക്ക് സൂര്യൻ കറുത്ത് ഇരുണ്ടു. ഭൂമി വിറച്ചു. പ്രപഞ്ചം മുഴുവനും പറഞ്ഞു, ഈ സൃഷ്ടാവിന്റെ പ്രാണവിയോഗ ഞങ്ങൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ഹേ മനുഷ്യ, കേൾക്ക്. പാപം ചെയ്ത് നീ ദൈവത്തെ ക്രൂശിക്കുമ്പോൾ പ്രപഞ്ചം വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ പ്രാണ ഞങ്ങൾക്ക് സഹിപ്പാനാകുന്നില്ല. അവൻ്റെ ജീവന്റെ പ്രാണന്റെ വിയോഗം ഞങ്ങൾക്ക് സഹിപ്പാനാകുന്നില്ല. ഹല്ലേലൂയ. സിംഹാസനം വിട്ടു പുത്രനായിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ലോകത്തിന്റെ രക്ഷകൻ ജനിക്കണമെങ്കിൽ ഏതൊക്കെയോ കൊട്ടാരത്തിൽ ജനിക്കണം. സാധാരണക്കാരിൽ സാധാരണക്കാരനായി വഴിയമ്പലത്തിൽ പിറന്നവൻ. ആമൻ കിടക്കാൻ സ്ഥലമില്ലാതെ ശയ്യാഗ്രഹം കാലിത്തൊഴുത്താക്കി മാറ്റി. ഇന്നിവിടെ ആർക്കാ വീടില്ലാത്ത? ഇതിനകത്തിരിക്കുന്ന ആർക്കാ വീടില്ലാത്ത? രാവണഞ്ഞാൽ തല ചായ്ക്കാൻ വാടകയ്ക്കാണേലും നമുക്കൊരു കൂര ഉണ്ട്. അപ്പോൾ വേദപുസ്തകം പറയുന്നു, അവന് ജനിപ്പാൻ ഇടമില്ലായിരുന്നു. പട്ടുനൂൽ പുഴുവിനെ സൃഷ്ടിച്ച ദൈവമായിരുന്നു അവിടുന്ന്. അവനെ പുതയ്ക്കാൻ ഒരു ഷീറ്റില്ലായിരുന്നു. എന്തിനു വേണ്ടി? അവൻ്റെ 33.5 ജീവിത വയസ്സുകാലം മുഴുവനും അവൻ യേശു കർത്താവ് കരഞ്ഞു. അവൻ വിലപിച്ചു. അവൻ പല മനുഷ്യനും അവനെ ശപിച്ചു, അവനെ പ്രാഗി, അവനെ റോമൻ നാണയങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ രോമങ്ങൾ പറിച്ചെടുത്തു, അവൻ്റെ മുഖത്ത് കാർക്കി തുപ്പി, അവനെ മുട്ടി ചുരുട്ടി ഇടിച്ചു. അവനെ എങ്ങനൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എങ്ങനൊക്കെ പറയാൻ, അതുപോലെ എല്ലാം പറഞ്ഞു. എന്തിനു വേണ്ടി? എനിക്ക് നിങ്ങൾക്കും വേണ്ടി. ഈ രാത്രി ഞാൻ പറയുന്നു, ദാരിദ്ര്യത്തിൽ കിടക്കുന്ന നിന്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അറിയാം. നിനക്ക് കാണിക്ക ഇടാനില്ലാത്ത 1 രൂപയെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അറിയാം. തകർന്ന കൂരക്കകത്ത് ഉടഞ്ഞു നുറുങ്ങിയ നിന്റെ ഹൃദയത്തെ ദൈവത്തിന് അറിയാം. ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു, ഇനി മരണം മാത്രമാണ് മുൻപിലെന്ന് ചിന്തിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ അവസാനത്തെ സ്പന്ദനവ് എൻ്റെ ദൈവത്തിനറിയാം. കാര്യം അവൻ അനുഭവിച്ചു, അവൻ തകർന്നു, അവൻ ഉടഞ്ഞു, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു. ഇന്ന് രാത്രി നീ രോഗിയാണോ? നിനക്ക് വൈദ്യൻ പറയാം അവസാനം വരെ മരുന്ന് കഴിക്കണം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാ, ഇല്ല, രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. അവൻ്റെ അടിപ്പിണറാൽ ഇന്ന് രാത്രിയും സൗഖ്യം ഉണ്ട്. വൈദ്യന് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ രക്തത്തിന് ചെയ്യാൻ കഴിയും. ഇവിടുത്തെ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. അവൻ കേവലം ഒരു മന്ത്രിയല്ല. വേദപുസ്തകം പറയുന്നു, അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം അവൻ സാധാ ഒരു മന്ത്രിയല്ല, അവൻ അത്ഭുതങ്ങളുടെ രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ദാസരൂപം എടുത്തു ഈ ഭൂമിയിലേക്ക് വന്നു. യെശയ്യാവിന്റെ പുസ്തകം 53:10. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. വേദപുസ്തകം പറയുന്നു, അവനെ തകർത്തു കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി.
പുത്രനെ തകർക്കാൻ പിതാവിന് ഇഷ്ടം തോന്നി. കുറച്ചുകൂടെ മേളിലോട്ട് കയറി വായിച്ചാൽ അവിടെ വായിക്കുന്നു, എന്തിനു വേണ്ടി അവൻ എന്തിനു വേണ്ടി തകർത്ത് കളയാൻ ഇഷ്ടം തോന്നി? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ മഹത്വം അവൻ്റെ മേൽ ചുമത്തി. ആടുകളെപ്പോലെ തെറ്റി ചിന്നി ചെതറി, ലക്ഷ്യബോധമില്ലാത്തവനായി, എങ്ങോട്ട് പോകണമെന്നറിയാത്തവനായി, നരകത്തിൻ്റെ വിധി എഴുതി കാത്തിരുന്ന മനുഷ്യന് വേണ്ടി സ്വർഗം കൈമാറിയ ഒരു രക്ഷയായിരുന്നു യേശു ക്രിസ്തു. സ്വർഗം കൈമാറിയ ഒരു രക്ഷയായിരുന്നു യേശു ക്രിസ്തു. 1 യോഹന്നാന്റെ ലേഖനം 4:10 നാം ദൈവത്തെ സ്നേഹിച്ചില്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്ന സാക്ഷാൽ സ്നേഹമാകുന്നു. നാം അവനെ സ്നേഹിച്ചില്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ അയച്ചു. ഒരേ ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുകയാണ്. ഈ രാത്രി ചെവി തുറന്ന് കേൾക്ക്. ഞാൻ തേടിപ്പോയില്ല, ഞാൻ അന്വേഷിച്ചില്ല, പക്ഷെ എന്നെ അന്വേഷിച്ചൊരു സ്നേഹം. ഈ രാത്രി ഞാൻ പറയുന്നു, നിനക്ക് ആരുമില്ലായിരിക്കുക, നിന്നെ കരുതാൻ ആരുമില്ലായിരിക്കുക, പക്ഷെ ഇന്ന് രാത്രി നീ ഏത് വഴിത്താരയിൽ ഒറ്റപ്പെട്ടാൽ നിന്നെ ലക്ഷ്യസ്ഥാനം എത്തും. മറുകര കാണുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ ഇരുന്നിരിക്കുക. മറുകര കാണുന്നത് വരെ ദൈവം നിന്നെ മറക്കത്തില്ല. മറുകര കാണുന്നവരെ ദൈവം നിന്നെ പിരിയത്തില്ല. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? പത്രമാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു, എവിടെയൊക്കെയോ സ്നേഹങ്ങൾ മരവിച്ചു പോയി. ഏതൊക്കെയോ അമ്മമാർ തൻ്റെ സ്വന്തം കുഞ്ഞിനെ എവിടെയൊക്കെയോ വലിച്ചെറിയുന്നു. അതേ ക്ലോസറ്റിനകത്ത്, കടൽ തീരത്ത്, പല വഴിയോരത്ത് കവറിൽ കെട്ടിയൊക്കെ വലിച്ചെറിയുന്നു. എന്നാൽ എല്ലാ അമ്മമാരും അങ്ങനെയല്ല. പക്ഷേ ഈ കാലഘട്ടം വിളിച്ചു പറയുന്നു, സ്നേഹം എവിടെയൊക്കെയോ മരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ മറക്കുമോ? ആർത്തം ഇന്ന് ഈ 2024 ഞാൻ വിളിച്ചു പറയും, മറക്കുന്ന അമ്മയുടെ സ്നേഹമുണ്ട്. 10 മാസം ചുവന്ന് പ്രസവിച്ചതാണ്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. 54 അസ്ഥികൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയാണ് പ്രസവ വേദന. ആ വേദനയിൽ പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് വേദപുസ്തകം ചോദിക്കുന്നു. പക്ഷെ വേദപുസ്തകം അതിൻ്റെ ഉത്തരം പറയുന്ന, അവൾ മറന്നാലും ഞാൻ മറക്കത്തില്ല. അർത്ഥം ഇതാണ്, നിന്നെ ആരൊക്കെ മറന്നാൽ, ആരൊക്കെ പിരിഞ്ഞാൽ നിന്നെ പിരിയാത്തൊരു ദൈവം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിനക്ക് ചിലപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടായിരിക്കും, ഭർത്താവിന് വേണ്ടായിരിക്കും, മക്കൾക്ക് വേണ്ടായിരിക്കും, ആർക്കും നിന്നെ വേണ്ടായിരിക്കും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ അനാഥനല്ല. കാര്യം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം പറയുന്നു, ലോക അവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്. നരയ്ക്കുവോളം ഞാൻ നിന്നെ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നിന്റെ എല്ലാ കാലത്തും എല്ലാ നേരത്ത് ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരമ്മയ്ക്ക് മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ദൈവത്തിന് മറക്കാൻ ഒക്കത്തില്ല. എൻ്റെ പ്രസംഗം ഒന്നും ആയിട്ടില്ല, എൻ്റെ സമയം തീർന്നു. പ്രസംഗം ഒന്നും ആയിട്ടില്ല. ഞാൻ വായിച്ച വിഷയം യേശുവിൻ്റെ രക്തമാണ്. പക്ഷേ ഒരു ദൈവസ്നേഹത്തിന് ആഴം ഈ അന്തരീക്ഷത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം, ആരെയൊക്കെ പൊക്കിയെടുക്കുന്നൊരു ദൈവ സാന്നിധ്യത്തിനകത്ത് ചലിക്കുന്നുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം, അത് ഒരു ചാൻസ് ഒന്നും ഇല്ലെന്ന് ഇവിടുത്തെ മനുഷ്യൻ പറയും. നീ ഒരിക്കൽ പരാജയപ്പെട്ട ചിലപ്പോൾ നിനക്ക് ചാൻസ്, ഇനി അടുത്തൊരു ചാൻസ് ഇല്ലെന്ന് പറയാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ വീണിടത്ത് നിന്ന് അടുത്തൊരു ചാൻസ് നൽകി നിന്നെ രക്ഷയിലേക്ക് തള്ളിക്കയറ്റാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഒരമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയാവോ, ഒരിക്കൽ കുറച്ച് പേര് ചേർന്ന് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട്, ആ എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ്. ഒരു അമ്മക്കുരങ്ങിനെ പിടിച്ചുകൊണ്ട് വന്നു, അതിൻ്റെ കുഞ്ഞിനെയും അമ്മക്കുരങ്ങിനെയും കൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരൊരു ഗ്ലാസ്സിനകത്ത് കൊണ്ടങ്ങ് ഇട്ടിട്ട് ഈ ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് ഇതിനകത്ത് കൊണ്ടിട്ടതിന് ശേഷം വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. ഈ വെള്ളം കുരങ്ങൻ്റെ മുട്ടോളം എത്തിയപ്പോൾ ഈ കുഞ്ഞിനെ ആ തള്ളക്കുരങ്ങൻ തള്ളക്കുരങ്ങ് കയ്യിലെടുത്ത് വെച്ചു. കാര്യം മുട്ടോളം വെള്ളമെത്തി. കുറച്ചുകൂടെ ഇവർ വെള്ളം നിറച്ചു. വെള്ളം അരയോളം എത്തിയപ്പോൾ കയ്യിലെടുത്ത കുഞ്ഞിനെ എടുത്ത് തോളത്ത് ആ കുരങ്ങെടുത്ത് വെച്ചു. വീണ്ടും വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. വെള്ളം കഴുത്തോളം എത്തിയപ്പോൾ ആ തള്ളക്കുരങ്ങ് ആ കുഞ്ഞിനെ എടുത്ത് ആ മാതാവിൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ചു. വീണ്ടും അവർ വെള്ളം നിറച്ചുകൊണ്ടേയിരുന്നു. വെള്ളം നിറച്ച് ആ തള്ളക്കുരങ്ങിൻ്റെ മൂക്കോളം വെള്ളമെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. തലയിൽ വെച്ച കുഞ്ഞിനെ എടുത്ത് ഗ്ലാസിനകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് ആ തള്ളക്കുരങ്ങ് ആ കുഞ്ഞിന്റെ മുകളിൽ ചാവിട്ടി നിന്നു. എന്തിനു വേണ്ടി? തൻ്റെ പ്രാണന് വേണ്ടി. ഇവിടുത്തെ സ്നേഹമൊക്കെ ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ സ്നേഹമൊക്കെ ഇത്രയേ ഉള്ളൂ.
തൻ്റെ പ്രാണൻ കളഞ്ഞ് ആരും ആരെയും സ്നേഹിക്കാറില്ല. തൻ്റെ പ്രാണനെ വെടിഞ്ഞ് ഇവിടെ ആരും ആർക്കും വേണ്ടി വില കൊടുക്കാറില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു, അവസാനത്തെ പാപിക്കും വേണ്ടി പുത്രൻ കാൽവറിയിൽ യാഗമായി മാറി. പുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു. ഈ രാത്രി ആമേൻ ചെവി തുറന്ന് കേക്ക്. ഇവിടുത്തെ പലരും നമ്മെ മറന്നിരിക്കും, പക്ഷെ ദൈവത്തിന് മറക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് മറക്കാൻ ഒക്കത്തില്ല. എല്ലാവരും മാറിക്കാൻ സ്ഥാനത്ത് എഴുന്നേറ്റാട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളെയും അടച്ച്. നാളെ ഒരു ചാൻസ് ഉണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ചാൻസുകൾ ദൈവം തരികയാണ്. ഈ രാത്രി ഇതിനകത്ത് വന്നത് ദൈവശബ്ദം കേട്ടത് ഇത് തകർച്ചയ്ക്കല്ല, ഇത് വിടുതലിന് വേണ്ടിയാണ്. ഇത് തകർച്ചയ്ക്കല്ല, ഇത് വിടുതലിന് വേണ്ടിയാണ്. ആമേൻ. ഒരേ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയുന്നു. ഇന്ന് കേട്ട സന്ദേശം ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നിട്ട് ഇതിനകത്ത് വലിയ സത്യം ഉണ്ടോ പാസ്റ്റർ എന്ന് ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, ഇതിനകത്ത് സത്യമേ ഉള്ളൂ. ഈ രാത്രി സത്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വിട്ടുകൊടുത്താൽ നിശ്ചയമായും ഒരു വിടുതൽ നിശ്ചയമാണ്. നാളേക്ക് വേണ്ടി നീ കരയണ്ട. നിനക്ക് വേണ്ടി ദൈവം എല്ലാം കരുതിയിരിക്കുക. ചില നിമിഷങ്ങൾ എല്ലാ കണ്ണുകളും അടച്ചോ. ഒരേ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചങ്ക് പിളർന്ന് പങ്കാളിയാക്കിയ ദൈവമേ, ഇന്ന് രാത്രി അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ കേട്ടു. അങ്ങ് കൈമാറിയ വിലപ്പെട്ടതും വലുതുമായ സന്ദേശത്തിനായി സ്തോത്ര. ഈ പട്ടണത്തിലെ സകല യൗവനക്കാരെയും ഞാൻ ദൈവകരങ്ങളിലേക്ക് തരികയാണ്. ഇവിടെ ഒരു മദ്യപാനി ഉണ്ടാകരുത്, ഇവിടെ ഒരു തകർന്നവൻ ഉണ്ടാകരുത്, ഇവിടെ ഉടയപ്പെട്ടവരുണ്ടാകരുത്, ഇവിടെ കുടുംബത്തിനകത്ത് ചങ്കിടിച്ച് കരയുന്നവരുണ്ടാകരുത്. താമേ ഇന്ന് രാത്രിയിൽ ദൈവ സ്നേഹ സകല കുടുംബങ്ങൾക്കകത്തും വ്യാപരിക്കട്ടെ, സകല ജീവിതങ്ങൾക്കകത്തേക്കും ശക്തമായി ചലിക്കട്ടെ. ഈ രാത്രിയിൽ തകർച്ചയെ മാറ്റുന്ന ദൈവശബ്ദ, ഉടച്ചിലുകളെ മാറ്റുന്ന ദൈവശബ്ദ, തകർന്നു പോയ ഭാവികളെ പണിയുന്ന ദൈവശബ്ദ ഈ രാത്രിയിൽ സകല എണ്ണത്തെയും പിടിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, ശാപങ്ങൾ ഉടഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ ജീവന്റെ കരം ഈ രാത്രിയിൽ ചലിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആത്മഹത്യ സ്പിരിറ്റുകൾ മാറട്ടെ, ആക്സിഡന്റുകൾ മാറട്ടെ, രോഗത്തിന്റെ ശക്തികൾ അഴിയട്ടെ, ഭൂതത്തിന്റെ ആമേൻ കുടുംബങ്ങളെ തകർത്ത് ഭാവിയെ ബന്ധിച്ച സകല പോരാട്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഉടഞ്ഞു മാറട്ടെ.